എടവണ്ണ കൊയിലാണ്ടി സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എടവണ്ണ കൊയിലാണ്ടി ഡിസ്റ്റൻസ് ഏകദേശം ഒരു 69 കിലോമീറ്റർ ഉണ്ട്. ഇത് എടവണ്ണ, അരീക്കോട്, മുക്കം, ഓമശ്ശേരി, താമരശ്ശേരി, പൂനൂര്, എഗരൂര്, വട്ടോളി ബസാർ, ഉള്ളേരി, കൊയിലാണ്ടി ഇങ്ങനെയാണ് ഈ റൂട്ട് കടന്നു പോകുന്നത്. നമ്മുടെ റൊമാൻറ്റിക് ത്രില്ലിംഗ് ഫിലിമായി അറിയപ്പെടുന്ന സിനിമകളിൽപ്പെട്ട ഒന്നായ എന്നും നിൻ്റെ മൊയ്തീൻ ഷൂട്ട് ചെയ്തത് ഇരുവഴിഞ്ഞിപ്പുഴ തീരത്താണ്. അത് ഇവിടെ ഉണ്ട്, മുക്കത്താണ് അതുള്ളത്. അതുപോലെ തന്നെ മുക്കം ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് ടൗണാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, പ്രവാസികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഫാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ തിരുവമ്പാടി, കൂടരഞ്ഞി ഇതൊക്കെ ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളാണ്. ഇമിഗ്രൻസ് ആയിട്ടുള്ള കുറേ ആളുകൾ. കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ ഒരുപാട് കുടിയേറ്റ കർഷകരുള്ള ഒരു മേഖലയും കൂടിയാണ് തിരുവമ്പാടി, കൂടരഞ്ഞി ഒക്കെ ഇതിൻ്റെ സമീപപ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഓർഫനേജ് ഉണ്ട്, മുക്കം മുസ്ലിം ഓർഫനേജ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു കലക്ടർ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, എന്താണ് സുദ്ദീഖ്, അദ്ദേഹം പഠിച്ചത് ഈ ഓർഫനേജിലാണ്. അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ഓർഫനേജ് നിലകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് മുക്കം മുസ്ലിം ഓർഫനേജ്. നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി കാണാറുള്ള എൻ കാരശ്ശേരിയും ഈ മുക്കം പ്രദേശത്തുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ മത്തായി ചാക്കോനെ നമുക്കറിയാം, തിരുവമ്പാടി MLA മത്തായി ചാക്കോ, ജേർണലിസ്റ്റായ ഒ അബ്ദുറഹ്മാൻ, ഇവരൊക്കെ ഇവിടെ ഉള്ള വ്യക്തിത്വങ്ങളാണ്. ഏകദേശം 26 കിലോമീറ്ററാണ് മുക്കം കോഴിക്കോട് എയർപോർട്ടിലേക്ക് മുക്കത്ത് നിന്ന് ഉള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ അതൊരു 29 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അത് ഇവിടെ ഉണ്ട്, കോഴിക്കോടുണ്ട്, ഇതിന് സമീപ പ്രദേശത്താണ്. അതുപോലെ തന്നെ വയനാട് ഇതിൻ്റെ ഒരു നിയർ ബൈ ഏരിയ കൂടിയാണ് വയനാട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലാൻഡ് സ്ട്രക്ചർ വെളിപ്പെടുത്തുന്നതും കൂടിയാണ് ഇവിടുത്തെ റോഡുകളുടെ കണ്ടീഷൻ. ഒരു 100 മീറ്റർ പോകുമ്പോഴത്തേക്ക് തന്നെ ഡിഫറെൻ്റ് കർവുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇടക്കിടക്ക് വരുന്ന ഈ സീബ്ര ലൈനുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ ഓവർ സ്പീഡിൽ പോകുന്ന സമയത്ത് സീബ്ര ലൈനിലൂടെ മാത്രമല്ല ആളുകൾ ക്രോസ് ചെയ്യാം, റോഡിൻ്റെ ഏത് വശത്തു കൂടെയും ആളുകൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റോഡിൻ്റെ ഒരു വൈഡനിങ് കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയും കൂടെയാണ് ഉള്ളത്. ഈ റെക്ലെസ് ഡ്രൈവിങ് അഥവാ ഓവർ സ്പീഡിങ്, അതുപോലെ തന്നെ ഓവർലോഡിങ്, അതുപോലെ തന്നെ ചേഞ്ചിങ് ദ ലൈൻസ്, ഇതൊക്കെ ആക്സിഡൻറ്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹനങ്ങൾ അൾട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള അൾട്രേഷൻസൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇവിടെ ഒരു T ജംഗ്ഷൻ കാണാൻ പറ്റും. ഒരു റോഡ് അങ്ങോട്ടും ഒരു റോഡ് ഇങ്ങോട്ടും, ഒരു റോഡ് വലത് സൈഡിലേക്കും. ഇതിന് T ജംഗ്ഷൻ എന്നാണ് പറയുക. T ജംഗ്ഷൻ പോകുന്നത് ഇപ്പോൾ ചെറുവാടി കോഴിക്കോട് ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലുകളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾക്ക് സാധാരണ നമ്മൾ പറയാം ക്രോസ് റോഡ്സ് എന്നാണ് പറയുക. ക്രോസ് റോഡ്സ്. ഇപ്പോൾ T ജംഗ്ഷൻ ഉണ്ട്, ക്രോസ് റോഡ്സും ഉണ്ട്. ഡേ ബൈ ഡേ നമ്മുടെ നാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വലതു ഭാഗത്ത് നമുക്കൊരു പുതിയ ഒരു പെട്രോൾ പമ്പ് കാണാൻ പറ്റും. MRPL, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസിൻ്റെ ഒരു പമ്പാണത്. അതുപോലെ തന്നെ റോഡുകളൊക്കെ വളരെ റഷാണ്. ഈവനിങ് ഒരു 3:30 ഉള്ളത്.
നേരത്തെ കണ്ട ടി ജംഗ്ഷൻ അവിടെ അറിയപ്പെടുന്നത് എരഞ്ഞിമാവ് എന്നാണ്. ഇതിൻ്റെ ഒരു 100 മീറ്റർ ബാക്കിലാണ് അരീക്കോട് നിന്നും മുക്കത്തേക്ക് പോകുന്ന റൂട്ടിൽ ഈ 100 മീറ്റർ ബാക്കിലാണ്, എരഞ്ഞിമാവിൽ നിന്ന് 100 മീറ്റർ ബാക്കിലാണ് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകളുടെ ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. ഇത് അരീക്കോടുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു ബ്രിഡ്ജാണ്. കാലപ്പഴക്കം ചെന്ന് ഒരു വിധം ആയിട്ടുണ്ട്. ഇതിൻ്റെ പാലത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ക്രാക്സൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ന്യൂ ബ്രിഡ്ജ് വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് അരീക്കോട് ടൗണാണ്. ഇവിടെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളുണ്ട്, സുല്ലമുസ്സലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഒരുപാട് ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്ത ഒരു സ്ഥാപനം കൂടിയാണ് സുല്ലമുസ്സലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് അരീക്കോട് ടൗണിൻ്റെ വലതുവശമാണ്. ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. കുറച്ചപ്പുറത്ത് താഴ്ത്തങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഓൾഡസ്റ്റ് ജുമാ മസ്ജിദ് ഉള്ളത്. ഇതിൻ്റെ വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അരീക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയും. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ KSRTC ബസ്സുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലം ഒന്ന് തന്നെയാണ്. സെപ്പറേറ്റ് KSRTC ബസ് സ്റ്റാൻഡൊന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ പുത്തലം ഓൾഡ് ജുമാ മസ്ജിദ് കാണാൻ പറ്റും. മൊത്തത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. സെക്കുലറിസത്തിന് പേരുകേട്ട പള്ളികളും ചർച്ചുകളും അതുപോലെ തന്നെ ടെമ്പിൾസൊക്കെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷൻ കാണാൻ പറ്റും. ഒരു ടി ജംഗ്ഷൻ കിട്ടും. ആ ടി ജംഗ്ഷനിൽ നിന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. ഇതാണ് പുത്തലം ഓൾഡ് ജുമാ മസ്ജിദ്. ഇതാണ് ടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുക. ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് മഞ്ചേരി, നിലമ്പൂർ, പൊതായി, എടവണ്ണ ഭാഗത്തേക്ക് പോകാൻ കഴിയും. ഇവിടെ ഒരു മൈത്ര ബ്രിഡ്ജുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കണ്ടത് മൈത്ര ബ്രിഡ്ജാണ്. ഇതൊരു ഘാട്ട് റോഡിൻ്റെ ഫീലിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. ഇതറിയപ്പെടുന്നത് കിളിക്കല്ലിങ്ങൽ റോഡ് എന്നാണ്. അതുപോലെ തന്നെ ഒരു ഹില്ലി ഏരിയ കൂടിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കർവാണ് ഈ കടന്നു പോയത്. ഇവിടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ഒരുപാട് ഡ്രൈവേഴ്സ് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുള്ള ഒരു സോൺ കൂടിയാണ് ആ കർവ്. ഇതിങ്ങനെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ചേരിയിലേക്ക് എത്താം. മഞ്ചേരി, പെരിന്തൽമണ്ണ റൂട്ടുകളൊക്കെ ഇത് തന്നെയാണ്. ഇവിടെ അപ്പ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് ഇനി ഡൗൺ മൂവ്മെൻറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡൗൺ മൂവ്മെൻ്റ് ആണിത്. പണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഫിയറുള്ള ഒരു മേഖല കൂടിയായിരുന്നു ഈ കിളിക്കല്ലിങ്ങൽ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കർവ് വരുന്നുണ്ട്. വിസിബിളായ കർവാണ്, എന്നാലും ഡേഞ്ചറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു മസ്ജിദ് വീണ്ടും വരുന്നുണ്ട്. ഇത് 12 എന്നാണ് അറിയപ്പെടുന്നത്. അത്യാവശ്യം മസ്ജിദാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് വലതുഭാഗത്ത് കാണുന്നതാണ് മഠത്തിൽ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വശത്തിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമുണ്ട്. മജ്മ മലബാർ ഇസ്ലാമി എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ B.Ed കോളേജ്, വാഫി കോളേജ്, ഓർഫനേജ്, CBSE സ്കൂൾ എന്നിവയെല്ലാമുള്ള ഒരു വലിയ ഒരു എഡ്യൂക്കേഷണൽ സമുച്ചയം തന്നെയാണത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 50-100 മീറ്റർ പോയി കഴിഞ്ഞാലാണ് കാവനൂർ ടൗണിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക. ഇതാണ് കാവനൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് നിലമ്പൂർ, കൊണ്ടോട്ടി, മഞ്ചേരി, അരീക്കോട് എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.